എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബോംബ് ബ്ലാസ്റ്റായി ഗുരുതരാവസ്ഥയിലായ ബെന്നിനെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ് ഈതൻ. അവിടേക്ക് ഓടിക്കൊടുകയാണ് ഡോക്ടേഴ്സ്. സാരമായി പരിക്കേറ്റ് എമിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേറെ ഡോക്ടേഴ്സ്. അവിടേക്ക് ഓടി വരുന്ന പാമിനോട് ഇവന്മാർ റിയൽ ഡോക്ടേഴ്സ് ആണോ എന്ന് തിരക്കി വെപ്രാളപ്പെടുകയാണ് ഈതൻ. അതേന്നും ബെന്നിന് ഇവിടെ ഏറ്റവും നല്ല ചികിത്സ തന്നെ കിട്ടുമെന്നും കാരണം കുട്ടികളാണ് ഇവിടെ ഏറ്റവും മതിപ്പുള്ളവർ എന്നും അറിയിച്ച് ഈതനെ സമാധാനിപ്പിക്കുകയാണ് പാം. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് ICUയിൽ ബെന്നിനെ കാണാൻ തെരേസയും കൂട്ടിക്കൊണ്ടുവരികയാണ് പാം. അവിടേക്ക് വരുന്ന ഡോക്ടർ ബെന്നിന്റെ തലയ്ക്ക് അങ്ങനെ പരിക്കുകളൊന്നും ഇല്ലെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിൽ കിടന്ന് ബെന്നിന്റെ ബോധമൊക്കെ തെളിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്നും അറിയിച്ചു പോവുകയാണ്. അവിടേക്ക് ഈതനും വരുമ്പോൾ ഞാൻ ഇവനോട് വീട്ടിലിരിക്കാൻ പറഞ്ഞതാ, കേൾക്കില്ല എന്ന് തെരേസ പരാതി പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ബെൻ 14 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നും ഈ പ്രായത്തിൽ ഇങ്ങനെയാണെന്നും ഒന്നും തെരേസയുടെ തെറ്റല്ലെന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ് ഈതൻ. ഈ സ്ഫോടനത്തിന് പിന്നിൽ ബെന്നിന് പങ്കുണ്ടോ എന്ന് സംശയം തിരക്കുകയാണ് തെരേസ. ഇല്ലെന്നറിയിച്ച് പുറത്തേക്ക് പോവുകയാണ് ഈതൻ. തെരേസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെയുള്ള ബസർ അമർത്താൻ പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് പാം. പിന്നീട് വെപ്രാളത്തിൽ ഹോസ്പിറ്റലിലേക്ക് വന്ന് പിള്ളേർക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കുകയാണ് പിൽച്ചർ. എമ്മിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നും ബെന്നിന് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലെന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നും അയാളെ പാം അറിയിക്കുമ്പോൾ ഇവിടെ ബോംബ് നിർമ്മിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനും അവർക്ക് എങ്ങനെ സാധിച്ചു എന്ന് കലിപ്പാവുകയാണ് പിൽച്ചർ. അതോടെ അയാളെ വിളിച്ച് മാറി നിൽക്കുന്ന പാം ഒന്ന് അടങ്ങ്, എല്ലാവർക്കും നീ ആരാണെന്ന് മനസ്സിലാവും പിൽച്ചർ എന്നറിയിക്കുമ്പോൾ ഈ നടന്നത് ഒരു ബോംബ് സ്ഫോടനമല്ല ഗ്യാസ് ലീക്ക് ആണെന്ന് ആളുകളെ അറിയിക്കാം, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാവുമെന്ന് നിൽക്കുന്ന പിൽച്ചർ ആഘോഷങ്ങൾ കൊണ്ടുവരുമ്പോൾ ആളുകളുടെ ശ്രദ്ധ മാറും, എല്ലാം മറക്കുമെന്ന് അവിടെ ഒരു സെലിബ്രേഷൻ നടത്താമെന്നും അഭിപ്രായം പറയുകയാണ്. അത് ഒരു നല്ല ഐഡിയ ആണെന്ന് നിൽക്കുകയാണ് പാം. മറുവശത്ത് കാട്ടിൽ എറിക് എന്ന തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്ക് ഈ സ്ഫോടനത്തിനിടയിൽ പരിക്കുപറ്റി ഇന്റേണൽ ബ്ലീഡിംഗ് ആയത് നോക്കിയിരിക്കുകയാണ് അയാളെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന ഹറോൾഡും മറ്റുള്ള ഒരാളും. അപ്പോഴേക്കും അവിടേക്ക് മറ്റു ചിലരും വരികയാണ്. അവിടേക്ക് വേണ്ട കുറച്ച് ഫുഡും വാട്ടറും ഫസ്റ്റ് എയ്ഡും ഒക്കെ കൊടുത്തിട്ട് പോവുകയാണ് ആ കൂട്ടത്തിലുള്ള റൂബി എന്ന റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ലേഡി. ഹറോൾഡിനൊപ്പം വന്ന ഒരാളാവട്ടെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ടെഡ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും എറിക് ഇങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നതും കേറ്റും ആളുകളും ജയിലിലാണെന്നും ഫെൻസ് തകർക്കാൻ പറ്റിയില്ലെന്നും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിലും അവിടെ നിൽക്കാൻ ധൈര്യമില്ലെന്ന് സോറിയും പറഞ്ഞു പോവുകയാണ് അയാൾ. എല്ലാ പ്ലാനും പൊളിഞ്ഞു. തങ്ങൾ ഏകദേശം പിടിക്കപ്പെട്ട അവസ്ഥയിലിരിക്കുകയാണ് ഹറോൾഡ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ കേറ്റിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ എത്തിപ്പെട്ട ആദ്യ സമയങ്ങളിൽ ചുറ്റും വെള്ളച്ചുവരുകളും വെള്ള വസ്ത്രങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലത്ത് എനിക്ക് ഈ ടൗണിൽ നിന്ന് പുറത്ത് പോകണം, ഇതൊന്നും റിയൽ അല്ല, സിറിയ നോർത്ത് കൊറിയ ഒക്കെ ചെയ്യുന്ന പോലെ ഇതും ഫേക്ക് സിറ്റിയാണ്, ആരാ ഇതിനൊക്കെ പിന്നിൽ, CIA ആണോ, ഇത് സോഷ്യൽ എക്സ്പെരിമെന്റ് ആണോ അതോ മെഡിക്കൽ എക്സ്പെരിമെന്റോ എന്നൊക്കെ പിൽച്ചറിനോട് തിരക്കി നിൽക്കുകയാണ് കേറ്റ്. ഇത് ഒരു സാധാരണ ടൗൺ ആണെന്ന് കേറ്റിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിൽച്ചർ. ഇത് സാധാരണ ടൗൺ ആയിട്ടാണോ ചുറ്റും ഇലക്ട്രിഫൈഡ് ഫെൻസ് ഉള്ളത്, എൻ്റെ കാലിൽ മൈക്രോ ചിപ്പ് ഉള്ളത് എന്നൊക്കെ കേറ്റ് കലിപ്പാവുമ്പോൾ അതൊക്കെ എഴുതിയെടുക്കുകയാണ് പിൽച്ചർ. അത് ശ്രദ്ധിച്ച് എൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതി ഇല്ലെന്ന് കൂടി എഴുതി വെച്ചോ, എനിക്കിതിനൊക്കെ പിന്നിലുള്ള ആളോട് സംസാരിക്കണം, 2 മാസമായി ഞാനിവിടെ എന്ന് കേറ്റ് അലറുമ്പോൾ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് പിൽച്ചർ. പിന്നാലെ അവിടേക്ക് ഒരു സിറിഞ്ചുമായി പാം വരുന്നതും ഭയന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങിയിരിക്കുകയാണ് കേറ്റ്. കേറ്റിന്റെ കഴുത്തിൽ സിറിഞ്ച് കുത്തുകയാണ് പാം. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ലോക്കപ്പിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് കേറ്റ്. ഒരു വശത്ത് ടൗണിലെ റെസ്റ്റോറൻറ്റിൽ നഗരത്തിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതൊക്കെ വീക്ഷിച്ച് ആളുകൾക്കിടയിൽ ഒരാളായി അവിടെ ഇരിക്കുന്ന പിൽച്ചറിനോട് അഭിപ്രായം ചോദിക്കുകയാണ് അർലിൻ. എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാം, സ്വാഭാവികം. പക്ഷേ എന്ന് വെച്ച് നമ്മളോരോ റൂമേഴ്സ് പറഞ്ഞു പരത്തരുത് എന്ന് പിൽച്ചർ മറുപടി പറയുമ്പോഴാണ് അവിടെ ഫോൺ റിങ് ചെയ്യുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് റൂബി. എല്ലാവരും ആ കോൾ എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു ഫെലോഷിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടത്രേ എന്നറിയിക്കുന്ന റൂബി മുടിയിൽ കുടുങ്ങിയിരുന്ന പൈൻ കമ്പെടുത്ത് കളയുകയാണ്. അത് ശ്രദ്ധിക്കുകയാണ് പിൽച്ചർ. ശേഷം സർവൈലൻസ് റൂമിൽ വരുന്ന പിൽച്ചർ റൂബിയുടെ ചിപ്പൊന്ന് ചെക്ക് ചെയ്തേ, അവളുടെ ഹെയറിൽ പൈൻ കമ്പ് കണ്ട് എന്ന് നിൽക്കുമ്പോൾ അത് ചെക്ക് ചെയ്യുന്ന ഓഫീസർ റൂബി ബെഡിലുണ്ടെന്ന് നോക്കി പറയുമ്പോൾ താൻ നോക്കാമെന്നിരിക്കുന്ന പിൽച്ചർ റൂബി വീട്ടിലില്ലെന്നും പക്ഷെ ബെഡിലാണെന്ന പോലെ അവൾ ശരീരത്തിൽ നിന്നും ചിപ്പ് ഊരി മാറ്റി സെറ്റ് ചെയ്തിരിക്കുവാണെന്ന് മനസ്സിലാക്കുകയാണ്. അതോടെ ഇതുപോലെ ചിപ്പ് ഊരി മാറ്റിയ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനിരിക്കുകയാണ് പിൽച്ചർ. ഈ സമയം ഷെരീഫ് സ്റ്റേഷനിലേക്ക് വരുന്ന ഈതൻ ഹറോൾഡും മറ്റുള്ളവരും എവിടെയെന്ന് തിരക്കി
കഴിഞ്ഞ ദിവസം രാത്രി നിന്റെ ഹസ്ബൻഡ് ഒരു ട്രക്കിൽ ബോംബ് വെച്ചു, എൻ്റെ മോൻ ഏകദേശം കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്ന് കെയ്റ്റിനോട് പറയുമ്പോൾ ബെന്നിന് എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ടെന്ന് തിരക്കി നിൽക്കുന്ന കെയ്റ്റ്. പക്ഷെ ഹരോൾഡ് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതോടെ ആ ഫെൻസിനപ്പുറം മോൺസ്റ്റേഴ്സ് മാത്രമേ ഈ ലോകത്ത് ബാക്കിയുള്ളൂ എന്നും താൻ അത് കെയ്റ്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്നും പക്ഷെ ഇപ്പോൾ അതിന് ടൈമില്ലെന്ന് ഹരോൾഡ് എവിടെയാണെന്ന് വീണ്ടും തിരക്കുകയാണ് ഈതൻ. പക്ഷേ മറ്റുള്ളവരുടെ ഓർഡേഴ്സ് അനുസരിച്ച് നീ ഇതേ തെറ്റ് മുൻപും ചെയ്തിട്ടുണ്ട് ഈതൻ എന്ന് ഈതൻ്റെ പാസ്റ്റ് ട്രോമ ഓർമ്മിപ്പിക്കുകയാണ് കെയ്റ്റ്. ഇത് താൻ ആരുടെയും ഓർഡേഴ്സ് അനുസരിക്കുകയല്ലെന്ന് അവിടുന്ന് പോവുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടായിട്ട് മറുവശത്ത് പാമിനോട് റൂബി തങ്ങൾ തിരയുന്ന സംഘത്തിലെ ഒരാളാണെന്ന് അറിയിക്കുന്ന പിക്ചർ. സർവൈലൻസ് സെക്ഷനിൽ 24 മണിക്കൂറും ആളുകൾ ഉണ്ടായിരുന്നിട്ടും ബോംബ് വരെ നിർമ്മിക്കുന്ന രീതിയിൽ ഓരോന്ന് നടക്കണമെങ്കിൽ സർവൈലൻസ് ടീമിലെ ആരെങ്കിലും വേവട്ടിലെ ആളുകളെ സഹായിക്കുന്നുണ്ടാവാം എന്ന സംശയം കൂടി പറയുകയാണ്. അത് കേട്ട് ഇവിടെയുള്ള എല്ലാവരും ഒരു ഫാമിലിയാണെന്ന് പിൽച്ചറിനെ ഓർമ്മിപ്പിക്കുകയാണ് പാം. പക്ഷെ ഇവിടെയുള്ള തങ്ങളെ ചതിച്ച ആളുകളെ കണ്ടുപിടിക്കണമെന്ന് തന്നെ നിൽക്കുകയാണ് പിൽച്ചർ. എങ്കിൽ താൻ അത് കണ്ടെത്തി അറിയിക്കാമെന്ന് സമ്മതിക്കുകയാണ് പാം. അങ്ങനെ തങ്ങളുടെ ഓരോ ജോലിക്കാരെയും വിളിപ്പിച്ചിരുത്തുന്ന പാം അവരോട് വളരെ ഫ്രണ്ട്ലിയായി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് അബദ്ധമായി എന്ന് തോന്നുന്നു എന്ന് തിരക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത് തനിക്ക് അഭിമാനമാണെന്നിരിക്കുകയാണ് ആദ്യത്തെ ആൾ. അപ്പോൾ ആളുകളുടെ പ്രൈവസിയിൽ കൈ കടത്തുന്നു എന്നൊന്നും തോന്നില്ലേ എന്ന് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് പാം. അതാണല്ലോ ജോലി, അതായത് അതിലൂടെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ക്ലിയറായി മറുപടി പറഞ്ഞിട്ട് പോവുകയാണ് അയാൾ. അടുത്തതായി വരുന്ന ലേഡിയോട് അവരുടെ ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ചൊക്കെ സുഖവിവരം ചോദിക്കുന്ന പാം. അല്ല, നിനക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ടോ അതോ ആളുകളുടെ പ്രൈവസിയിൽ ഒളിഞ്ഞു നോക്കുന്നു എന്ന തോന്നലാണോ എന്ന് തിരക്കുമ്പോൾ ചിലർക്ക് ഈ പരദൂഷണം കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ തനിക്ക് അങ്ങനെ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഒളിഞ്ഞു നോക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണെന്നിരിക്കുകയാണ് ആ ലേഡി. അവരിലും സംശയിക്കാൻ ഒന്നുമില്ലാതെ അടുത്ത ആളിനെ പറഞ്ഞുവിടാൻ അറിയിച്ചിരിക്കുകയാണ് പാം. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ ബോധം തെളിയുകയാണ് ബെൻ. അത് കണ്ട് സന്തോഷത്തിൽ ബെന്നിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് തിരക്കി വെള്ളം എടുത്തു കൊടുത്ത് നിൽക്കുകയാണ് തെരേസ. എന്നാൽ എമിയെ തിരക്കുന്ന ബെൻ എമിയെ പോയി ഒന്ന് നോക്കിയിട്ട് വരാൻ തെരേസയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ തെരേസ പുറത്തു പോകുന്നതും അവിടെ അവസരം നോക്കി നിന്നതുപോലെ നിന്ന മെഗൻ ബെന്നിനെ കാണാൻ കയറി ചെല്ലുകയാണ്. ബെന്നിനെ കണ്ട് സുഖവിവരം തിരക്കുന്ന മെഗനെ കണ്ട് സന്തോഷത്തിൽ കിടക്കുകയാണ് ബെൻ. ഇതൊക്കെ നിന്റെ അച്ഛൻ കാരണം സംഭവിച്ചതാ അറിയോ? ഈതൻ നല്ല മനുഷ്യനൊക്കെ തന്നെയാ ബെൻ. ചിലപ്പോ ഈ സ്ഫോടനത്തിനൊക്കെ പിന്നിലുള്ള ഹരോൾഡിനെ വിട്ടയച്ചതിന് ഈതൻ്റെ ഒരു കാരണവും കാണും. അത് ചിലപ്പോ കെയ്റ്റ് ഈതൻ്റെ പഴയ ഫ്രണ്ട് ആയതുകൊണ്ടാവും. അല്ല, കെയ്റ്റും നിന്റെ അച്ഛനും ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ എന്ന് മെഗൻ കാര്യങ്ങളെല്ലാം ബെന്നിനെ അറിയിച്ച് കെയ്റ്റിന്റെ കാര്യം എടുത്തുകൂടി ചോദിക്കുമ്പോൾ ഈതനും കെയ്റ്റും തമ്മിലുള്ള അവിഹിതം ഓർമ്മയുള്ള ബെൻ വല്ലായ്മയോടെ കിടക്കുകയാണ്. ഹരോൾഡിനെ വിട്ടയച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതുകൊണ്ടാ ഡേവിഡ് പിൽച്ചർ ക്ലിയർ ലോസ് ആൻഡ് സിവിയർ പണിഷ്മെന്റ്സ് എന്ന ഫിലോസഫിയിൽ വിശ്വസിക്കുന്നത് എന്ന് ഈ നടന്ന സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കാൻ ബെൻ തന്നെ മുന്നിട്ടിറങ്ങണമെന്നും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സർവൈവർ എന്ന നിലയിൽ ബെൻ ഇപ്പോൾ ഇവിടെ ഹീറോ ആണെന്നും ബെന്നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്നും ബെന്നിനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് പോവുകയാണ് മെഗൻ. ഈ സമയം കാട്ടിൽ എറിക് മരണപ്പെട്ടിരുന്നു. അയാളെ അവിടെ സംസ്കരിക്കാമെന്ന് കുഴിയെടുക്കാൻ നിൽക്കുകയാണ് ഹരോൾഡ്. എന്നാൽ എറിക്കിനെ ഇവിടെ ഈ സ്ഥലത്ത് അടക്കം ചെയ്യാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഫെൻസിന് മറുവശം സ്വാതന്ത്ര്യം നേടിയ മണ്ണിൽ അടക്കം ചെയ്യുമെന്ന് നിൽക്കുകയാണ് ഹരോൾഡിനൊപ്പമുള്ള ആൾ. നീ അതെങ്ങനെ ചെയ്യും എന്ന് ഇവിടെ ഇനിയൊരു ഐഡിയയും ഇല്ലാതെ നിൽക്കുകയാണ് ഹരോൾഡ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പാമിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സർവൈലൻസിൽ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫീലിങ്സ്, ഓരോ ചിന്തകൾ, കൺസേൺസ്, അങ്ങനെ ആളുകളുടെ പ്രൈവസിയിൽ ഇടപെടുന്നതിൽ എന്തെങ്കിലും എന്ന് പാം തിരക്കുമ്പോൾ ഈ തവണ വന്ന റെജി എന്ന ആൾ. സംടൈംസ് എനിക്ക് ചെറുതായിട്ട് ഓരോന്ന് തോന്നും. അതായത് അവർ ഈ ഫെൻസിന് മറുവശത്ത് എന്താണെന്ന സംശയം പറയുന്നതും ക്യാമറാസ് നോക്കി ആരാണ് തങ്ങളെ വാച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും ഒക്കെ അവരുടെ റൂൾസിനെതിരാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാനത് റെക്കോർഡാക്കില്ല. ആ ടേപ്പ് ബ്ലറാക്കും, ചില സ്ഥലങ്ങൾ എറേസ് ചെയ്യും. കാരണം ഇതുകൊണ്ട് അവർ ആരും പ്രശ്നത്തിലാവരുതല്ലോ. ഈ ആളുകൾ അവരെല്ലാം ഒരുപാട് പേടിക്കുന്നുണ്ട്. അവർ റൂമിലിരുന്ന് വിതുമ്പുന്നതും ഭയന്ന് ഒരുമിച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നതാ. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും ആ പാവങ്ങൾക്കറിയില്ല. അല്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മനുഷ്യഗുണമല്ലേ? അതുപോലും നിരസിക്കപ്പെടുന്ന അവസ്ഥ.
എന്ന് അവിടെയുള്ള ആളുകളോട് താൻ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ് റജി. അയാളുടെ വാക്കുകൾ കേട്ട പാം ഹ്യൂമൻ നേച്ചർ എന്താണെന്ന് തങ്ങൾ മറന്നുപോയതിലും ആളുകൾക്ക് അതിന് കടുത്ത ശിക്ഷകൾ നൽകിയതിലും കുറ്റബോധത്തിലിരിക്കുകയാണ്. പക്ഷെ പാം മറിഞ്ഞിരുന്നില്ല പാമിന്റെ ഈ ചോദ്യം ചെയ്യലുകൾ ക്യാമറയിലൂടെ നിരീക്ഷിച്ച് പിൽച്ചർ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം. ഒരു വശത്ത് വേവളിലെ ഒരു ട്രക്ക് ഗാരേജിലെത്തി. അവിടെ ക്യാമറ തകർത്ത് നിൽക്കുകയാണ് ഹരോൾഡിനൊപ്പമുള്ള ആൾ. അവിടെ പൂട്ട് തകർക്കുകയാണ് ഹറോൾഡ്. എന്താണെങ്കിലും മരിക്കും, പരിശ്രമിച്ചു നോക്കിയിട്ട് മരിക്കാം എന്ന് പറയുന്ന ഹറോൾഡിനൊപ്പമുള്ള ആൾ അവിടെ കണ്ട വലിയ ട്രക്ക് കണ്ട് എന്തോ പദ്ധതിയിൽ നിൽക്കുകയാണ്. ഈ സമയം ഒരു വശത്ത് വേവഡ് നഗരം ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. ഈ ഒരു അവസരത്തിൽ ജനങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ മേയറിനെ പറഞ്ഞു വിടുകയാണ് പിൽച്ചർ. അങ്ങനെ മേയർ സംസാരിച്ച് തുടങ്ങുന്നതും അവിടേക്ക് വരുന്ന ഈതൻ തനിക്ക് ആളുകളോട് ചിലത് പറയാനുണ്ടെന്ന് സ്റ്റേജിൽ കയറുകയാണ്. ശേഷം നോക്ക്, കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നതാ. ആ ക്രൈമുമായി ബന്ധപ്പെട്ട് പലരും മിസ്സിങ്ങുമാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വീടുകളിൽ പോയി സേഫ് ആയിട്ട് ഇരിക്കുന്നതാവും നല്ലത്. എല്ലാവരും പിരിഞ്ഞു പോയിക്കോ എന്ന് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. ഇതിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന പിൽച്ചർ എനിക്കിവിടെയുള്ള ആളുകളെ കാം ആൻഡ് ക്വയറ്റാക്കി നിർത്തണമായിരുന്നു എന്ന് ഈതനോട് പറഞ്ഞിട്ട് പോവുകയാണ്. അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ബെന്നിനരികിൽ വരികയാണ് ഈതൻ. ബെന്നിനോട് ഓരോന്നും പറഞ്ഞും ചോദിച്ചും വളരെ കാര്യത്തിൽ ഈതൻ നിൽക്കുമ്പോൾ, ഞാൻ കേട്ടല്ലോ ഈ ബോംബുണ്ടാക്കിയ ഹറോൾഡിനെ കിട്ടിയിട്ട് ഡാഡ് വെറുതെ വിട്ടെന്ന്, അതുകൊണ്ടാ എനിക്കിത് പറ്റിയേ എന്ന് മെഗൻ പറഞ്ഞതൊക്കെ കേട്ട ഹാങ് ഓവറിൽ ഈതനെ കുറ്റപ്പെടുത്തുകയാണ് ബെൻ. ചിലപ്പോ ഒക്കെ നമ്മൾ കുറ്റവാളികളെ വിട്ടയച്ചെങ്കിലേ അവർക്ക് പിന്നിലുള്ള മറ്റുള്ളവരെ കണ്ടെത്താൻ പറ്റൂ എന്ന് അതിന് കാരണം പറയുകയാണ് ഈതൻ. ഓ അതെയോ, അപ്പ കേറ്റിനെ കെട്ടിയില്ലായിരുന്നെങ്കിലും അയാളുടെ കാര്യത്തിൽ ഈ തീരുമാനം എടുക്കുമായിരുന്നോ എന്ന് അത് കേട്ട് കലിപ്പാവുകയാണ് ബെൻ. ബെൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനെ തടയാൻ ശ്രമിച്ചു നിൽക്കുകയാണ് തെരേസ. എന്നാൽ മകന് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന് നിൽക്കുകയാണ് ഈതൻ. വേവഡ് പൈൻസിലെ നിയമങ്ങളിൽ ആർക്ക് വേണ്ടിയും ഒരു ആനുകൂല്യവും ചെയ്യേണ്ടതില്ലെന്ന് ബെൻ കിടക്കുമ്പോൾ, നിന്റെ ടീച്ചറോട് വന്ന് നിനക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതല്ലേ എന്ന് വീട്ടിൽ നമ്മളൊക്കെ ഓരോന്ന് ഒപ്പിക്കുമ്പോൾ അത് ഫ്രണ്ട്സ് കാരണമാണെന്ന് നമ്മുടെ അമ്മമാർ ഫ്രണ്ട്സിനെ സംശയിക്കുന്ന പോലെ ഇവിടെ മെഗനെ സംശയിക്കുകയാണ് തെരേസ. താങ്കൾ ബെന്നിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബെൻ മനസ്സിലാക്കണമെന്ന് നിൽക്കുകയാണ് ഈതൻ. ആ സമയത്താണ് അവിടേക്ക് എമി വരുന്നത്. അതോടെ കലിപ്പിൽ കിടക്കുന്ന ബെന്നിനോട് ഇപ്പോൾ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന്, നമുക്കിതൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പുറത്തേക്ക് പോവുകയാണ് ഈതനും തെരേസയും. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് പാമിനോട്, സർവേലൻസിൽ ആരും റൂൾസ് ഓർ പ്രോട്ടോകോൾസ് ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലേ എന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് പിൽച്ചർ തിരക്കുമ്പോൾ, അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല സോഫ്റ്റ്വെയർ ഗ്ലിച്ചുമാവുമെന്ന് നിൽക്കുകയാണ് പാം. അത് കേട്ട്, വെൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പരസ്പരം വിശ്വസിക്കാൻ നമ്മളെങ്കിലും ഉണ്ടല്ലോ അല്ലേ എന്ന് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് പിൽച്ചർ. ഈ സമയം ഹോസ്പിറ്റലിൽ തനിക്ക് പഠിച്ച് ഒരു നേഴ്സ് ആകണമെന്ന് ബെന്നിനോട് പറഞ്ഞു നിൽക്കുന്ന എമിയോട്, ഇതിനു മുൻപ് ഒരിക്കലും ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഏത് സമയവും ഏത് സ്ഥലത്ത് വെച്ചും എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ മരണപ്പെട്ടേക്കാമെന്ന് മനസ്സിലായി എന്ന് ഭീതിയിൽ പറഞ്ഞ് ബെൻ കിടക്കുമ്പോൾ ബെന്നിൻ്റെ ബെഡിൽ കയറി കിടന്ന് ഹാർട്ട് ബീറ്റ് കേട്ട് നോക്കുകയാണ് എമി. അതേസമയം പുറത്ത് ബെൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം മെഗൻ ആയിരിക്കുമെന്ന് ഈതനോട് പറഞ്ഞിരിക്കുകയാണ് തെരേസ. തെരേസയോട് മുൻപ് നാട്ടിലായിരുന്നപ്പോൾ ഈസ്റ്റർ ബോംബിങ്സ് കേസിൽ സീനിയേഴ്സിന്റെ ഓർഡറിൽ കുറ്റവാളികളെ താൻ വിട്ടയച്ചതും പിന്നീട് അതേ കുറ്റവാളികൾ കാരണം സ്ഫോടനമുണ്ടായതും ഇന്ന് ബെൻ ഹറോൾഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ തനിക്ക് 621 പേർ കൊല്ലപ്പെട്ട ആ സംഭവങ്ങളാണ് ഓർമ്മ വന്നതെന്നും അന്ന് അതിനെ തുടർന്ന് താൻ ഡിപ്രഷനിലായെന്നും ഈതൻ വിവരിക്കുമ്പോൾ, അതുകൊണ്ടാണോ കേറ്റുമായി ഈതൻ റിലേഷൻഷിപ്പിലായതെന്ന് വിഷമത്തിലിരിക്കുകയാണ് തെരേസ. തൻ്റെ ജീവിതത്തിലെ വളരെ ടഫസ്റ്റ് പീരീഡ് ആയിരുന്നു അതെന്നും കേറ്റ് അന്ന് തനിക്കൊപ്പം തൻ്റെ പാർട്ണർ ആയിരുന്നതിനാൽ പെട്ടെന്ന് റിലേഷൻഷിപ്പ് വർക്കായെന്നും എല്ലാത്തിനും തെരേസയോട് സോറി പറയുന്ന ഈതന് പെട്ടെന്ന് ഒരു കോൾ വരികയാണ്. ഹറോൾ ട്രക്ക് അടിച്ചുകൊണ്ട് പോയത് കണ്ടെത്തി എന്നതറിയിക്കുന്ന കോളായിരുന്നു അത്. അതോടെ തെരേസയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈതൻ. ശേഷം ബെന്നിന്റെ റൂമിലേക്ക് നടക്കുന്ന തെരേസ മെഗനെ കാണുകയാണ്. അവരെ കണ്ട് അടുത്തേക്ക് ചെല്ലുന്ന തെരേസ, നിങ്ങൾക്ക് സ്വന്തമായി കുട്ടികളൊന്നും ഇല്ലല്ലോ അല്ലേ? ബെൻ ഞങ്ങളുടെ മകനാണ്, നിങ്ങളുടെ അല്ല, അത് നല്ലപോലെ മനസ്സിലാക്കിക്കോ എന്ന് ബെന്നിനെ തങ്ങൾക്ക് എതിരാക്കുന്ന പരിപാടി നിർത്തിക്കൊള്ളാൻ അവരോട് പറയുമ്പോൾ, ഇവിടെ ഈ വേവഡ് പൈൻസിലുള്ള കുട്ടികളാണ് വേവഡ് പൈൻസിന്റെ ഭാവി, അതിന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് മറുപടി പറയുകയാണ് മെഗൻ. എന്താണെങ്കിലും മെഗന്റെ ആ സഹായമൊക്കെ തൻ്റെ കുടുംബത്തിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് മതിയെന്ന് അറിയിച്ചു പോവുകയാണ് തെരേസ.
ഈ സമയം ട്രക്ക് മോഷണം പോയ സ്ഥലത്ത് വരുന്ന ഈതനോട് അത് 30 ഫുട്ട് ഡംപ് ട്രക്ക് ആയിരുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഓണർ ഇനി ഇവിടെ വേറെയും ബോംബുണ്ടോ എന്ന സംശയം കൂടി തിരക്കുമ്പോൾ മേ ബി ആ ട്രക്കായിരിക്കും ബോംബ് എന്ന് അത്രയും വലിയ ട്രക്ക് ഫെൻസിൽ ഇടിച്ചു കയറ്റി തകർക്കാനായിരിക്കും ഹറോൾഡിൻ്റെയും കൂട്ടാളികളുടെയും പ്ലാൻ എന്ന് മനസ്സിലാക്കി നിൽക്കുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമ്മൾ വീണ്ടും കെയ്റ്റിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. വർഷങ്ങളോളം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പരാജയപ്പെട്ട കെയ്റ്റ് ഒടുവിൽ ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചിടും. ഇതിനു മുൻപ് താൻ ജീവിച്ചിരുന്ന ഏജന്റായുള്ള ലൈഫിൽ തനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾക്ക് പുറകിൽ ഓട്ടവും അന്വേഷണവും പോരാട്ടവും ഒക്കെ ആയിരുന്നെന്നും ഇവിടെ തനിക്ക് അതൊന്നുമില്ല, താൻ സേഫ് ആണെന്ന് മനസ്സിലാക്കിയെന്നും പിൽച്ചറിനോട് പറഞ്ഞു നിൽക്കുകയാണ്. അത് കേട്ട് സന്തോഷിക്കുന്ന പിൽച്ചർ ഹറോൾഡും കെയ്റ്റിനും കുട്ടികൾ വേണമെന്ന തീരുമാനം എടുത്തു എന്ന് തിരക്കി കെയ്റ്റിന് ആശംസയും പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കെയ്റ്റ് അയാളുടെ ആ പ്രെസ്ക്രിപ്ഷൻ കീറിയെറിഞ്ഞ് കലി ഉള്ളിലടക്കി നടക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ലോക്കപ്പിൽ കെയ്റ്റിനെ കാണാൻ വന്ന് നിൽക്കുകയാണ് പിൽച്ചർ. അയാളെ കണ്ട് എഴുന്നേൽക്കുന്ന കെയ്റ്റിനോട് നീ എന്താ മനസ്സ് മാറിയില്ലെന്ന് എന്നോട് അന്നേ പറയാഞ്ഞേ എന്ന് പിൽച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യം മറന്നുകളാ എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ എന്തു പറയാൻ എന്ന് നിൽക്കുകയാണ് കെയ്റ്റ്. അത് കേട്ട് കെയ്റ്റിന്റെ സത്യങ്ങളുടെ ഫലമായി ടെഡ് കൊല്ലപ്പെട്ടു എന്നും 2 കുട്ടികൾ ഹോസ്പിറ്റലിലായി എന്നും ഒരുപാട് പേരെ കാണാനില്ലെന്നും പറയുന്ന പിൽച്ചർ. ഇതൊക്കെ കേട്ടിട്ടും വലിയ കുലുക്കമില്ലാത്ത കെയ്റ്റിന്റെ ഭാവം കണ്ടിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ അപകടത്തിലേക്ക് തള്ളിവിടാൻ കെയ്റ്റിന് എങ്ങനെ പറ്റുന്നു എന്നുകൂടി തിരക്കുമ്പോൾ നിങ്ങളിത് എന്നോട് തന്നെയാണോ സംസാരിക്കുന്നത്? കേട്ടിട്ട് സ്വയം സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഡേവിഡ് പിൽച്ചർ എന്ന് അയാളോട് ചോദിക്കുകയാണ് കെയ്റ്റ്. ഡോക്ടർ ജെങ്കിൻസ് എന്ന ഐഡന്റിറ്റിയിൽ നടക്കുന്ന താനാണ് പിൽച്ചർ എന്ന് കെയ്റ്റ് എത്ര കാലമായി അറിഞ്ഞിട്ട് എന്ന് തിരക്കുകയാണ് പിൽച്ചർ. അതിന് മറുപടി പറയാത്ത കെയ്റ്റ് ഇതെന്ത് സ്ഥലമാണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും പറ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ജീവിക്കാൻ നീ സമ്മതിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും സമ്മതിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ കരുതി. ഇനി ഇവിടെ നിയമലംഘകർ ഉണ്ടാവില്ലെന്ന് കരുതി എന്ന് താൻ കെയ്റ്റിനെ തെറ്റിദ്ധരിച്ചു പോയത് പറഞ്ഞു. ഇവിടെ ആളുകളെ ജീവനോടെ സംരക്ഷിക്കുകയാണ് താൻ ചെയ്യുന്നതെന്നും ഫ്രീഡവും സേഫ്റ്റിയും കൂടി ഒരുമിച്ച് കിട്ടില്ലെന്നും അറിയിക്കുന്ന പിൽച്ചറിനോട് തന്നോട് ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്ന് കലിപ്പാവുകയാണ് കെയ്റ്റ്. ഇത് തൻ്റെ മാത്രം തീരുമാനമാണെന്ന് അറിയിച്ചു പോവുകയാണ് പിൽച്ചർ. പിന്നീട് പാമിന് അരികിൽ വരുന്ന പിൽച്ചറിന് അയാൾ സത്യങ്ങൾ മനസ്സിലാക്കിയതറിയാതെ കോഫി കൊടുക്കാമെന്ന് നിൽക്കുകയാണ് പാം. അതേസമയം ഫോണെടുത്ത് സെക്യൂരിറ്റിയെ വിളിച്ച് നിൽക്കുകയാണ് പിൽച്ചർ. അപ്പോഴേക്കും സർവൈലൻസിൽ ജോലി ചെയ്തിരുന്ന റെജിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് സെക്യൂരിറ്റീസ്. ശേഷം റെജി സർവൈലൻസ് ഫുട്ടേജ് ഡിലീറ്റ് ആക്കിയത് നിനക്കറിയാമായിരുന്നു അല്ലേ എന്ന് പാമിനെ ചോദ്യം ചെയ്യുകയാണ് പിൽച്ചർ. റെജി ആളുകളോട് സ്വല്പം സിമ്പതി കാണിച്ചതല്ലേ ഉള്ളൂ എന്ന് പാം മറുപടി കൊടുക്കുമ്പോൾ അവൻ കാരണമാ ഇവിടെ ബോംബ് നിർമ്മാണമൊക്കെ നടന്നത്. അവനൊരു ചതിയനാണ്, അതിനുള്ളത് അവന് കിട്ടണം. നമ്മൾ അത്രയും വിശ്വസിക്കുന്നവർ കളവ് പറയുന്നതും ചതിയാണ്, അതിനൊരു ന്യായീകരണവും ഇല്ല എന്ന് പിൽച്ചർ റെജിക്ക് ശിക്ഷ നൽകാൻ പോകുന്നത് പറയുമ്പോൾ എങ്കിൽ തന്നെയും പണിഷ് ചെയ്യാൻ പറയുന്ന പാം ഇതൊക്കെ നമ്മുടെ ആളുകളാണ് ഡേവിഡ്, അവർ ഇവിടേക്ക് സ്വയം തിരഞ്ഞെടുത്ത് വന്നതാ. ടൗണിലുള്ളവർക്ക് അവർ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയല്ലേ, അതുകൊണ്ട് അവർ ഒരിക്കലും സന്തുഷ്ടരും അല്ല. നമ്മൾ അവർ ചെയ്യുന്ന നിയമലംഘനങ്ങൾ ക്ഷമിക്കണം, അല്ലാതെ മനുഷ്യവംശത്തെ സംരക്ഷിക്കാൻ എന്ന് നമ്മൾ കൊല്ലാൻ തുടങ്ങിയ എല്ലാവരെയും നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ഇവിടെ ആരും കൊല്ലപ്പെടില്ല എന്ന് നടക്കുകയാണ് പിൽച്ചർ. അങ്ങനെ നേരെ തന്റെ എംപ്ലോയേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടുന്ന പിൽച്ചർ കൂട്ടത്തിൽ നിന്ന് തെറ്റ് ചെയ്ത ആൾക്കുള്ള ശിക്ഷയ്ക്ക് എല്ലാവരും സാക്ഷിയാകണമെന്ന് റെജിയെ ഹൈബർനേഷൻ ചേംബറിൽ ഉറക്കുകയാണ്. ആ രംഗം കണ്ട് അവിടെ പലരും വിഷമിച്ച് കരഞ്ഞു നിൽക്കുമ്പോൾ പിൽച്ചറിന്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് പാം. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ട്രക്കിൽ എറിക്കിന്റെ ഡെഡ് ബോഡി കയറ്റി അതുമായി പോകാൻ നിൽക്കുന്ന ആളോട് താൻ വരുന്നില്ലെന്ന് കെയ്റ്റിനെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സില്ലാതെ നിൽക്കുകയാണ് ഹറോൾഡ്. അതോടെ ഓക്കെ, നാളെ രാവിലെ സാൻ ഫ്രാൻസിസ്കോയിലെത്തി ഈ സമയമാവുമ്പോൾ കടൽ തീരത്തിരുന്ന് ഞാൻ ബിയർ കുടിക്കുന്നുണ്ടാവും എന്നവിടുന്ന് പോകാൻ തുടങ്ങുകയാണ് ഹറോൾഡിനൊപ്പം നിന്ന അലൻ എന്ന ആൾ. ഒരു ഭാഗത്ത് ഈ ട്രക്കിനെ ഫോളോ ചെയ്ത് വരികയാണ് ഈതൻ. വരുന്ന വഴിയിൽ ഹറോൾഡിനെ കാണുന്ന ഈതൻ വണ്ടി അയാൾക്കരികിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാട്ടിലേക്ക് കയറി ഓടുകയാണ് ഹറോൾഡ്. അയാൾക്ക് പുറകെ പോകുന്ന ഈതൻ ആകാശത്തിലേക്ക് ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് വാർണിംഗ് ഹറോൾഡ് എന്ന് പറയുമ്പോൾ കീഴടങ്ങുകയാണ് ഹറോൾഡ്. ശേഷം തൻ്റെ മകനെ അയാൾ കൊന്നേനെ എന്ന് അയാൾക്ക് അടി കൊടുത്തിടുന്ന ഈതനോട് അത് ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്നും തങ്ങൾക്ക് ഇവിടുന്ന് പോയാൽ മാത്രം മതി എന്നും അറിയിക്കുകയാണ് ഹറോൾഡ്. അയാളോട് മറ്റുള്ളവരെ തിരക്കുന്ന ഈതൻ മറ്റുള്ളവർ എവിടെയെന്ന്
പറഞ്ഞില്ലെങ്കിൽ പൊതുജനങ്ങളെ സാക്ഷിയാക്കി കേറ്റിന്റെ കഴുത്തവർ അറക്കും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈതൻ ഒരുപാട് വൈകിപ്പോയി എന്നറിയിക്കുകയാണ് ഹരോൾഡ്. അതോടെ അയാളെ ഒരു മരത്തിൽ ചേർത്ത് നിർത്തി വിലങ്ങിടുകയാണ് ഈതൻ. ഒരു വശത്ത് തങ്ങളുടെ എല്ലാം ജീവിതം വെച്ച് തങ്ങൾ റിസ്ക് എടുത്ത് ചെയ്തതെല്ലാം തകരാൻ പോവുകയാണെന്നും ഇപ്പോൾ തങ്ങൾ ഒരു യുദ്ധം അഭിമുഖീകരിക്കുന്ന സ്റ്റേജിലാണെന്നും അതിനാൽ പുതിയ റൂൾസ് കൊണ്ടുവരാൻ സമയമായെന്നും സെക്യൂരിറ്റി ഒക്കെ ടൈറ്റ് ആക്കേണ്ടതും പ്രോട്ടോകോൾസ് റീഎൻഫോഴ്സ്ഡ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെന്ന് എല്ലാവരും അലേർട്ടായി വിജിലന്റ് ആവണമെന്നും എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാവരെയും അറിയിച്ചു നിൽക്കുകയാണ് പിൽച്ചർ. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ വേഗം ട്രക്ക് ഓടിച്ച് ആ ഫെൻസ് തകർക്കാൻ ശ്രമിക്കുന്ന ഹരോൾഡിന്റെ കൂട്ടാളി അലനെയാണ്. അങ്ങനെ വലിയ ശബ്ദത്തോടെ അയാൾ ആ ട്രക്ക് കൊണ്ട് ഫെൻസ് ഇടിച്ച് തകർത്ത് മറുവശം ഇറങ്ങിയിരുന്നു. ശേഷം എറിക്കിന്റെ ഡെഡ് ബോഡി ട്രക്കിൽ നിന്ന് അവിടെ നിലത്തെടുത്തിട്ട് പുറം ലോകത്തെത്തിയെന്ന് സന്തോഷിച്ച് ആർപ്പ് വിളിച്ചു കിടക്കുകയാണ് പുള്ളി. പെട്ടെന്നാണ് അയാൾക്ക് മുൻപിലേക്ക് ആബി ചാടി വീഴുന്നത്. ആ മോൺസ്റ്റേഴ്സിനെ കണ്ട് അയാൾ ഞെട്ടി ഭയന്ന് കിടക്കുമ്പോഴേക്കും അവറ്റകൾ അയാളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. തകർന്ന ഫെൻസ് നോക്കി അലറി നിൽക്കുകയാണ് അവയിലൊരു ആബി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇലക്ട്രിഫൈഡ് ഫെൻസ് തകർന്നു. ഇനിയിപ്പോ ഈ മോൺസ്റ്റേഴ്സ് നാട്ടിലേക്ക് കയറി എല്ലാവരും ഇവിടെ കൊല്ലപ്പെടുമോ? പിൽച്ചറിന് ഇവരെയൊക്കെ രക്ഷിക്കാൻ സാധിക്കുമോ? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ ഇറ്റ്സ് യുവർ ഹൈറ സൈനിങ് ഓഫ്. ബൈ.